ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? ഞാൻ ഇന്നിവിടെ ഒരു ചെയ്യാൻ പോണത്, എനിക്ക് കുറച്ച് മത്തി കിട്ടി. അപ്പോൾ അതൊന്ന് തിളപ്പിച്ചെടുക്കുക, ഉള്ളി മുളകൊക്കെ ഇടിച്ചിട്ട്. ഇതെൻ്റെ പണ്ടത്തെ ഞങ്ങളുടെ വീട്ടിൽ എറണാകുളത്തുള്ള ഒരു കറിയാണ്. എന്നെ കല്യാണം കഴിച്ചു കൊണ്ടുവന്നിപ്പോൾ ഒരു 50 കൊല്ലം കഴിഞ്ഞ്. അന്ന് എല്ലാ വീടുകളിലും ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട കറി ഇതാണ്. ഇതേ ഉണ്ടാവുള്ളൂ കറി. അത് അന്ന് ഇതുപോലെ നമ്മളെല്ലാം സാധാരണക്കാരല്ലേ, ഞാനും മറ്റുള്ള കുടുംബം എല്ലാവരും സാധാരണ കുടുംബത്തിലുള്ള. അപ്പോൾ ഈ ഒരു കറി മാത്രമേ ഉള്ളൂ. അത് കൊണ്ടുവരും, തിളപ്പിച്ച് എല്ലാവരും ചോറ് തിന്നും. വേറൊരു കറി കൂടെ ഇല്ല. അപ്പോൾ ആ കറി ഇന്നിപ്പോൾ ഞാൻ ഇടയ്ക്ക് ചെയ്യാറുണ്ട്. ഇന്നിപ്പോൾ അതൊന്ന് ചെയ്യുക, നിങ്ങളും അതൊന്ന് കണ്ട് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട അതൊന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഒന്ന് അമർത്തുക. അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പൊ നമ്മുടെ മീൻ തിളപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് 1 കിലോ മത്തിയാണ് നമുക്ക് കിട്ടിയേക്കണത്. ഞങ്ങളുടെ എറണാകുളംകാര് ചാളയെന്ന് പറയുന്നത്. അതൊന്ന് നന്നായി കഴുകി വരഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു 4 വലിയ സൈസ് തക്കാളി നമ്മൾ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ചതച്ച മുളകാണ് കേട്ടോ. അത് നമ്മളിപ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ നിറയെ എടുത്തിട്ടുണ്ട്. നമ്മളിതിൽ പച്ചമുളകൊന്നും ഇടില്ല, വെളുത്തുള്ളി ഇടില്ല. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി വേണം. പിന്നെ ഒരു 10 ചെറിയ ഉള്ളി, ചുവന്നുള്ളി നമ്മൾ ചതച്ച് വെച്ചിട്ടുണ്ട്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, അതും ചതച്ചിട്ടുണ്ട്. പിന്നെ ഒരു തണ്ട് വേപ്പില എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി വേണം. 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. ഉള്ളി എണ്ണ ചൂടാവുന്നേ ഉള്ളൂ. ചൂടായി വരുന്നേ ഉള്ളൂ. ഞങ്ങൾക്ക് ഇത്തിരി ധൃതി കൂടി പോയി. കുറച്ച് കറിവേപ്പില, ഇഞ്ചിയും കൂടെ ഒന്ന് ഇങ്ങനെ വാടണം. ഒരു വാടിയ ശേഷം ഒപ്പം തന്നെ തക്കാളി ഇടും. പിന്നെ പണ്ട് ഈ തക്കാളി ഇല്ല കേട്ടോ, അതിന് പകരം വിനാഗിരിയാണ് എല്ലാവരും ഒഴിക്കുന്നത്. പിന്നെ ഇത് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അന്നത്തെ എന്ന് പറഞ്ഞാൽ ഇതുപോലെ വഴറ്റിലൊക്കെ ഇച്ചിരി കുറവാണ്. അതായത് ചിലപ്പോൾ അത് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് വഴറ്റാൻ കാണില്ലായിരിക്കും, എന്താണെന്ന് അറിയില്ല, വഴറ്റിൽ കുറവാണ്. ഇത് മത്തി എടുത്ത് ചട്ടിയിലിട്ട് ഉള്ളിയും മുളകും ചതച്ചങ്ങോട്ട് ഇടുക. മുളക് ഒന്ന് ഒരുപാട് ചതയത്തേ ഉള്ളൂ. ഞാൻ ഈ അടുപ്പയിലെല്ലാം തീ കുറച്ച് വെച്ചോളൂ. അപ്പൊ മുളകൊന്ന് ചതയേ ഉള്ളു അന്നൊക്കെ. അങ്ങനെയാണ് ഞങ്ങളവിടെ അന്ന് അല്ല, അതെനിക്ക് തോന്നുന്നത് ചിലപ്പോ വെളിച്ചെണ്ണയുടെ വിലയും അന്ന് എല്ലാവർക്കും പൈസയുടെ ഒക്കെ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ വെളിച്ചെണ്ണയൊക്കെ വളരെ കുറവുകൊണ്ട് ആരും ഈ വഴറ്റിയെടുക്കൂല. അപ്പൊ അതിന് പകരം എന്താ ചെയ്യുന്നത്? അതിന് പകരം ഇതുപോലെ നമ്മള് മത്തിയൊക്കെ വെട്ടി ചട്ടിയിലോട്ട് വരഞ്ഞിട്ട് മുളകും ഉള്ളിയും കൂടി ഒന്ന് ചതക്കും. മുളകൊക്കെ ഇങ്ങനെ ചതഞ്ഞ് കിടക്കും. അത് അങ്ങോട്ട് ഇട്ട് 2 കറിവേപ്പിലയും പറിച്ചിട്ട് പിന്നെ വിനാഗിരി ഒഴിച്ച് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് മഞ്ഞപ്പൊടി ഇട്ട് അങ്ങോട്ട് വെക്കും. അത് അങ്ങോട്ട് മൂടി വെച്ച് നല്ലോണം തിളക്കും. തിളച്ച് കഴിയുമ്പോ തീ അങ്ങോട്ട് കുറച്ചിട്ട് കുറച്ച് നേരം കൂടി വെച്ച് ഇച്ചിരി പച്ചവെളിച്ചെണ്ണ ഒഴിച്ച് ഇങ്ങോട്ട് ഇറക്കും. ഇതാണ് അന്ന് ചെയ്തുകൊണ്ടിരുന്നത്. അതിനിപ്പോ ഓരോ മാറ്റങ്ങളൊക്കെ വരുത്തില്ലേ? ഇത്രയും കൊല്ലങ്ങളൊക്കെ ആയില്ലേ. ഇപ്പൊ അങ്ങനത്തെ കറിയൊന്നും വെക്കല് തന്നെ ഉണ്ടാവില്ല. പക്ഷേ എനിക്കൊക്കെ ഒരുപാട് ഇഷ്ടമുണ്ട് കറി. നമുക്ക് കൂട്ടാൻ ടേസ്റ്റാണ്. പക്ഷെ ഇതാണ് ആ കാലം ഈ കാലമായിട്ട് ഒരുപാട് വ്യത്യാസമുണ്ട്. അപ്പൊ അതിനുള്ള മാറ്റങ്ങളും വന്നു. ഇപ്പൊ നമ്മളിത് വഴറ്റി പിടിച്ചൊക്കെയാണ് ചെയ്യുന്നത്. അല്ല, അന്നേ ഒരുപാട് മീൻ കിട്ടുമായിരുന്നു. ഇന്നിപ്പോ നമ്മ ഒരു 100 രൂപ, ഇപ്പൊ ഒരു മത്തിക്ക് 140 ഇപ്പൊ ഞാൻ കൊടുത്തത്. അല്ല സോറി കേട്ടോ, ഇന്ന് നമ്മൾ ഈ മത്തി മേടിച്ചത് കിലോന് 240 രൂപ. അത് കൃത്യം 1 കിലോ. അന്ന് ഇങ്ങനെ തൂക്കിയല്ലോ തരുന്നത്. നമ്മൾ ആദ്യമൊക്കെ ഞങ്ങൾ ചെല്ലുമ്പോ അവരിങ്ങനെ കൈക്ക് വാരി ഇട്ട് തരുന്നത്. ഇപ്പൊ എത്ര വേണം, നമ്മള് 1 രൂപയൊക്കെ ആയിരിക്കും ചിലപ്പോ കൊടുക്കുന്നത്. 1 രൂപ അങ്ങോട്ട് കൊടുത്താൽ വാരി ഇങ്ങോട്ട് ഇട്ട് തരും. അന്ന് ഒരുപാട് കിട്ടുമായിരുന്നു, ഒരുപാട് ക്വാണ്ടിറ്റി കൂടുതലായിരുന്നു. പിന്നെ നെയ്ച്ചാളയാണ് ഉണ്ടല്ലോ, ഇത് ചെയ്ത് കഴിഞ്ഞാൽ വളരെ ടേസ്റ്റ്. ആ നെയ്യാണ് ഇതിനകത്ത് നമ്മൾ ഇടുന്നത്. ആ നെയ്യും ഇട്ട് അന്നേരം പിന്നെ വെളിച്ചെണ്ണ ഒഴിക്കുന്ന പണി തന്നെ ഇല്ല. ഈ തക്കാളി നമുക്ക് നന്നായിട്ട് വഴണ്ട് തക്കാളി ഇടുന്നുണ്ട്, അതൊന്ന് ഉടഞ്ഞു വരണം.
നന്നായി ഉടഞ്ഞ് ചേരണം ഇത്. അത് എരിവൊക്കെ ഓരോരുത്തരും ഇഷ്ടം അനുസരിച്ച് ചെയ്യാം. കാരണം ചിലര് നല്ല എരിവിനാണ് എടുക്കുന്നത്. അപ്പോഴാ കറി വേറെ കറിയില്ലല്ലോ. പണ്ട് നമ്മുടെ വീട്ടിൽ അപ്പുറത്തൊരു വീട്ടില് തൊട്ടല്ലാത്ത ഞാൻ പോയി കരഞ്ഞിട്ടുണ്ട് കൊച്ചിലേട്ടാ. അന്ന് എന്തോ അമ്മ ഹോസ്പിറ്റലിൽ കിടക്കുകയാണ്. അപ്പൊ എന്നെ അവിടെ നോക്കാൻ ഏൽപ്പിച്ചിട്ടോ. ഇത് ചെമ്മീൻ ഇതേപോലെ ചെയ്തിട്ട് തന്നു. കഴിച്ചത് മാത്രം എനിക്ക് ഓർമ്മയുണ്ട്. പിന്നെ കരഞ്ഞ് ഞാൻ അവിടെ നിന്ന് വിളിച്ച് കൂവി. അവരൊക്കെ ഒരുപാട് എരിവ് കൂട്ടുവരുന്നത്. അതെന്ന് വെച്ചാൽ ഒരു കറിയുണ്ട്. അപ്പൊ ഒരു എരിവ് ഇല്ലാണ്ട് എങ്ങനെ കഴിക്കാം. അപ്പൊ അത് ഇത് മീൻ ഈ തിളപ്പിക്കുന്ന അങ്ങനെയല്ല, നല്ലോണം മുളക് അങ്ങോട്ട് ഇടിച്ചു ഉള്ളിയും കൂടി ഒരു 3-4 ഉള്ളിയും കാണും. അത് ഇടിച്ചിട്ട് ഒരു 2 കറിവേപ്പില ഇവിടെ ഉണ്ടെങ്കിൽ ഇടും. എന്നിട്ട് ഇതാണ് വിനാഗിരി ഒഴിക്കും. എന്നിട്ട് ഇതിന്റെ ചാറ് ഒഴിക്കും. ഈ ചാറ് ഒഴിക്കും. ഒരു കഷ്ണം മീനും ഉണ്ടാവും. അന്ന് എനിക്ക് തോന്നുന്നു എല്ലാ വീട്ടിലും 8 പോയി കളഞ്ഞോളാം. ഇതാണ് അമ്മയുടെ കുഴപ്പം. വാ വർത്താനത്തിനിടയിൽ ആള് മുങ്ങി. അന്ന് അവിടെ അയൽവാസികളുടെ വീട്ടിലൊക്കെ ഇട്ടാ മിക്കവർക്ക് 8 മക്കള് 10 മക്കളൊക്കെ ആയിരുന്നു. എല്ലാ വീട്ടിലും ഉണ്ട്. എല്ലാം 10-12 അംഗങ്ങളാണ് ഒരു വീട്ടിലുള്ളത്. അപ്പൊ എല്ലാവർക്കും കൊടുക്കാൻ തികയില്ലായിരുന്നു. അപ്പൊ അങ്ങനെ അല്ലേ അത് കിട്ടുന്നോണ്ടാണ് അത് കിട്ടുക. അന്ന് പിന്നെ മീൻ കിട്ടുന്നോണ്ട് എങ്ങനെ ഇവിടെ നോക്കി പറയൂ. ഇത് കണ്ട പ്രേക്ഷകർ, ഇതാണ് എന്റെ ബുദ്ധിമുട്ട്. പറ. വൈകിട്ടൊക്കെ ചെന്ന് ഒരു ജോലി കഴിഞ്ഞ് വരുമ്പോഴാണ് മിക്ക പേരും കറക്കി ഇങ്ങനെ മത്തിയോ എന്താന്ന് വെച്ചാൽ മേടിച്ചോണ്ട് വന്നിട്ട് ഇങ്ങനെ ഒരു കറി വെക്കും. അതൊഴിച്ചാണ് അതിന്റെ കൂടി നമുക്ക് വേറൊരു കറി ഇല്ല. അപ്പൊ ആ കാലങ്ങളൊക്കെ ഇപ്പൊ പോയി കേട്ടോ. ഇപ്പൊ എല്ലാ വീട്ടിലും സദ്യകളാണ് ആൾക്കാർ കളമ്പണം. വീട്ടിലെന്തെല്ലാം കറികളായിപ്പോ ഓരോരുത്തർ. എന്നാലും ഇന്നും ഉണ്ടോ കേരളത്തില് കുറെ മനുഷ്യര് ഭക്ഷണത്തിന് വേണ്ടി കഷ്ടപ്പെടുന്ന ഒരുപാട് പേര് ഇന്നും ഉണ്ട്. എല്ലാം മാറി വരട്ടെ. പട്ടിണി എന്ന് പറഞ്ഞാൽ ഒരു വലിയ ഭീകര സംഭവം തന്നെയാണത് പട്ടിണി. എറണാകുളത്ത് ഞാൻ കണ്ടേക്കണ ഒരു വലിയ ഇതാണ് ആ കാലം. എറണാകുളം തന്നെ മാറിപ്പോയില്ലേ. ഇപ്പൊ എന്താ ഇപ്പൊ ഒറ്റ ഫ്ലാറ്റ് ഇല്ലായിരുന്നു, ഒന്നുമില്ല, ഒരു ഫ്ലാറ്റും ഇല്ല. അതല്ല നമ്മുടെ അന്നൊരു ചെറിയൊരു ഓഡിറ്റ് ഇവിടെ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അവിടെ ഫാൻ ഇല്ല, കറണ്ട് ഇല്ല. പക്ഷെ എന്നാൽ പോലും നമുക്ക് കൊതുകില്ല. കൊതുക് എന്ന് പറഞ്ഞ സാധനം ഇല്ല. ഇല്ലമ്മ അന്ന് ഒരു കണ്ട് അങ്ങ് കടലിൽ നിന്ന് ഇങ്ങോട്ട് കാറ്റ് വരും. ഞങ്ങളുടെ വീട് കല്ലൂരാണ് കേട്ടോ ഞങ്ങളുടെ വീട്. പക്ഷെ അവിടെ ഈ പറഞ്ഞ ഫ്ലാറ്റുകളോ വലിയ വീടുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് നല്ല കടലിൽ നിന്ന് കാറ്റ് കയറും. ഇപ്പൊ കടലിന്റെ സൈഡിലൊക്കെ ഫ്ലാറ്റുകളും ബിൽഡിംഗ് ആയി, കാറ്റ് ഇങ്ങോട്ട് വരാതായി, കൊതുക് കൊണ്ടിട്ട് ഇരിക്കാനും വയ്യാതായി. ഞാൻ എറണാകുളത്ത് വരുമ്പോ സീലോട്, അതാണ് ഏറ്റവും വലിയ അവിടുത്തെ ഒരു എന്റെ പൊന്നമ്മോ. ഇവിടെ നോക്കി പറയും ജനങ്ങൾ ഇവിടെ ഇരിക്കണം, ഇവരോട് നോക്കി പറയും. അതാണ് ഏറ്റവും വലുതായിട്ടുള്ളത്. അന്നൊക്കെ എന്തോ എല്ലാം വളരെ കുറവാണ് ബസ് കാശ്, വളരെ നിസ്സാര പൈസയാണ്. അതേപോലെ തന്നെ നമ്മള് പാടത്തൊക്കെ ഇറങ്ങി മീൻ പിടിക്കുമായിരുന്നു. ഒരുപാട് മീൻ പിടിക്കും. നമ്മുടെ വീടിന്റെ മുറ്റത്തുകൂടി വെള്ളം നിറഞ്ഞ് മഴക്കാലത്ത് മീൻ വരും. ഇതേപോലെ ഒരു തരി അഴുക്ക് കാണാൻ പറ്റില്ലായിരുന്നു. ആ വെള്ളത്തിന് അടിവശം നമുക്ക് കാണാം ഈ പിലോപ്പി എന്ന് പറഞ്ഞ മീൻ, പള്ളത്തി നിങ്ങൾക്ക് അറിയില്ല, ഈ നടുക്കൊരു സ്പോട്ട് ഉള്ളത്. ഇതൊക്കെ പിലോപ്പി കൂട് കൂട്ടുന്നത്. അതായത് മണ്ണിങ്ങനെ ചിറകൊണ്ട് അടിച്ചടിച്ച് വെളുത്ത കളറില്. ഇന്ന് നമ്മുടെ എറണാകുളത്തെ കാണേം തോടും കണ്ടെന്നുണ്ടെങ്കിൽ നശിപ്പിച്ചു. എന്ത് പറയുന്നത്. ഇപ്പൊ വീട് കെട്ടിടങ്ങള് ഫ്ലാറ്റൊക്കെ എന്തോ, ഞാനൊന്നും വരുമ്പോ ഒന്നും ഇല്ലാതൊന്നും. വീട് തന്നെ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ ഒരു വീട് വാർക്ക വീടൊക്കെ വളരെ കണ്ണി കാണുന്ന ചുരുക്കമാണ്. മതലില്ല, വെയിലില്ല, ഒന്നുമില്ല. ഈ പറമ്പിൽ നിന്ന് അടുത്ത വീട്ടിലോട്ട് ആ പറമ്പിൽ കൂടി ഒറ്റ ഓട്ടമാണ്. പിന്നെ ഒരു വിളിയുണ്ടല്ലോ അല്ലേ, അതൊക്കെ ഉണ്ട്. അങ്ങനെയൊക്കെ വിളിക്കലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എല്ലാം പോയി, മതൽക്കെട്ടായി, മനുഷ്യർ തമ്മിൽ സ്നേഹമില്ലാതായി. എന്താ പറയും. ഇപ്പൊ ഈ ഒരു മീൻകറി വെക്കാൻ പോയപ്പോ ആ പഴയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓർമ്മ വന്നത്. അത് കാരണം അന്നൊക്കെ ഇങ്ങനെയൊക്കെയാണ് എല്ലാവരുടെയൊക്കെ കഴിയല്. ഞാൻ താമസിച്ച പരിസരമൊക്കെ ഇങ്ങനെയാണ്. ഞങ്ങളെല്ലാരും സാധാരണ മനുഷ്യരാണ്. ഒരു അങ്ങനെ ആരും വലുപ്പവും ഇല്ല ചെറുപ്പവും ഇല്ല എന്ന രീതിയിലാണ് എല്ലാരും പരസ്പരം ഭയങ്കര കാര്യങ്ങളുമാണ്. ഇപ്പൊ അങ്ങനല്ല, ഒരു വീട്ടിലുള്ളവർ ആരും നമ്മൾ അറിയാൻ കൂടി ഇല്ല. അതേപോലെ ഇന്നത്തെ താമസം. പോട്ടെ, നമുക്ക് കറിയിലേക്ക് കിടക്കാം. നമുക്കിപ്പോ ഏകദേശം ഇതാ ഇങ്ങനെ വഴറ്റി നന്നായി വഴറ്റി വന്നോട്ടെ. ഇത് അത് വേണമെന്ന് മൂടി വെച്ച് വേവിച്ച് ഇടക്കൊന്ന് ഇളക്കി വഴറ്റി ഒന്ന് എടുത്താൽ മതി. എല്ലാവരും ഇവിടെ ഭയങ്കര ക്യാമറ എടുക്കുന്നു. എന്നെയാണ് എടുക്കുന്നത്. എടോ കറി എടുക്കടോ. അപ്പൊ നമുക്ക് പൊടിയിടാം അല്ലേ? ചതച്ച മുളക്, മഞ്ഞപ്പൊടി. ഇച്ചിരി ചതഞ്ഞു പോയോട്ടെ. ഇങ്ങനെ ഇത്രയും കൂടി ചതയൂല്ല. പണ്ട് ചെയ്യുമ്പോ അതെനിക്കൊന്ന് കല്ലേല് വെച്ചിട്ട് വെറുതെ ഒന്ന് ചതച്ചെടുക്കും. നമ്മളിതൊക്കെ മിക്സിയിൽ ചെയ്തോണ്ട് അതിനകത്തിട്ട്, അല്ലെങ്കിൽ കല്ലിലാണ് മുളകിന്റെ ഇതുകൊണ്ട് ഒന്ന് വെറുതെ ചതച്ചിങ്ങോട്ട് എടുക്കും. ഉള്ളിയും കൂടി കൂട്ടി വെച്ച് അങ്ങോട്ട് ചതക്കും ഇടും. അപ്പൊ ഇനി നമുക്കൊന്ന് മൂടി വെച്ച് ഒന്ന് വേവട്ടെ. ഇത് ഇപ്പൊ ഏകദേശം ഒന്ന് കണ്ടോ, നല്ല എല്ലാം കൂടി നല്ല കുഴഞ്ഞു വന്നിട്ടുണ്ട്.
ഇനി നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം അല്ലേ അമ്മ? വെള്ളം മീനിന് ആവശ്യമുള്ള വെള്ളം. ആ വെള്ളത്തിൽ വേറെ ഒന്നുമില്ല, ഈ ചതച്ച മുളകിൽ തന്നെ സ്പൂൺ ഇട്ടതാണ് അമ്മ. ഇനി ഇതില് പുളി പോരാ, ചില ആൾക്കാർക്ക് പുളി ഭയങ്കര ഇഷ്ടമുള്ളവരുണ്ടാവും. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് വിനാഗിരി ഒഴിച്ചു കൊടുക്കും. വിനാഗിരി അത് തന്നെ. ഇപ്പൊ ഇനി കല്ലുപ്പ് ഇട്ട് കൊടുക്കാം. ഇനി വെള്ളം ചാറൊക്കെ ഉണ്ട്, ചാറും എരിവും ഒക്കെ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് എടുക്കുക. അതാണ് അതിന്റെ ഒരു രീതി. ഈ നെയ്മത്തി ആണെങ്കിൽ ഒരു കുറച്ച് കുരുമുളക് കൂടി ചതച്ചിടണം. ഇതിനിപ്പോ അത് ഞാൻ എടുത്തിട്ടില്ല. ഇതിനിപ്പോ നമ്മള് ചതച്ച മുളക് മാത്രമേ മുളക് ഉള്ളിയുള്ളൂ. പിന്നെ നെയ്യാണെങ്കിൽ നല്ല ഇച്ചിരി കുരുമുളക് ഇട്ട ഒരു പ്രത്യേക ടേസ്റ്റാണ്. മീനിട്ട് നല്ലോണം ഒന്ന് തിളച്ച് തീ കുറച്ച് വെച്ചൊരു 10 മിനിറ്റ് വെക്കുക. എന്നിട്ട് ഓഫ് ചെയ്യുക. നമുക്ക് മുട്ടയുള്ള മത്തിയാണ് കിട്ടിയത്. അപ്പൊ ഇന്ന് മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണത്. മക്കൾക്കൊന്നല്ല, ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അതിങ്ങനെ ഒരു സൈഡിൽ ഇങ്ങനെ ആയിക്കൊണ്ടിരിപ്പുണ്ട്, നന്നായിട്ടാവുന്നുണ്ട്. അതെ, പൊട്ടിത്തെറിച്ച് ഇതാണ് മൂടി വെക്കണത്, നല്ല പൊട്ടിത്തെറിക്കും. അപ്പൊ താല്പര്യമുള്ളവർ ഇങ്ങോട്ട് വന്നാൽ അല്ലേ, അതെ, മത്തിയുടെ മുട്ട വറുത്തതും ചാള തിളപ്പിച്ചതും കൂട്ടി നമുക്ക് ചോറ് തിന്നാം. നന്നായി തിളച്ചത് ഞാൻ ഉപ്പൊക്കെ നോക്കിയിട്ട് തീ കുറച്ച് വെച്ച് ഒരു 10 മിനിറ്റും കൂടി തിളപ്പിക്കുക. നല്ല കളറാണ്. ചാറ് വേണ്ടാത്തവര് അങ്ങോട്ട് പറ്റി, ഇതിപ്പോ തന്നെ പറ്റും. അത് വേണ്ടവര് അതിങ്ങനെ ചാറ് വേണോട്ടെ എന്റെ അഭിപ്രായത്തിൽ. ചാറ് ഒഴിച്ച് വേണം ചോറും. അത് തന്നെ, ഈ ചാറ് ഒഴിച്ച് ചോറ് ഞാൻ ഒരുപാട് ചോറ് വെറുതെ അല്ല തടിയൊക്കെ കൂടുന്നത്. കറക്റ്റാണോ ഉപ്പൊക്കെ? പുളിയുണ്ട്. സൂപ്പറാണോ? വലിയ കുഴപ്പമില്ല. ഞാൻ തന്നെ വെച്ച് ഞാൻ തന്നെ സൂപ്പർ. അയ്യോ കൊള്ളാം. എന്നാലും ഇത് കാണുമ്പോ തന്നെ അറിയാം. കണ്ട ഇതൊക്കെ എനിക്ക് തോന്നുന്നത് പണ്ട മീൻ പിടിക്കുന്ന ആൾക്കാരൊക്കെ കോസ്റ്റൽ ഏരിയാസില് അവര് മിക്കവാറും കണ്ടുപിടിച്ച കറി ആയിരിക്കണം. ഇനി ഒരു 10 മിനിറ്റ് ഇരിക്കട്ടെ. ഇപ്പൊ ഞങ്ങള് ഏകദേശം ഈ ചാറ് കൊണ്ട് ഓഫ് ചെയ്യണം കേട്ടോ. കാരണം ഞങ്ങൾക്ക് ചാറ് ഒരുപാട് ഇഷ്ടമാണ്. അപ്പൊ വേപ്പിലിടാൻ വേപ്പിലയും കൂടി ഇട്ട് തീ അങ്ങോട്ട് ഓഫ് ചെയ്യാം. അപ്പൊ ഇതാണ് നമ്മുടെ എറണാകുളംകാരുടെ തന്നെ പറഞ്ഞിരിക്കുന്നത്. തീരദേശ ആൾക്കാരുടെയൊക്കെ ആയിരിക്കണം പണ്ട് ഇവരുടെയൊക്കെ മീൻ തിളപ്പിച്ചത്. എനിക്കൊരുപാട് ഇഷ്ടമാണ്. അപ്പൊ നിങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, അഭിപ്രായം അറിയിക്കുക, ഷെയർ ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാരെ. അപ്പൊ ടാറ്റ ബൈ ബൈ പറഞ്ഞേക്കമ്മ. ഇങ്ങോട്ട് പറയട്ടാ. Expectations, even when we should. Oh,